വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ജനസാഗരം തീർത്തു മുസ്ലിം ലീഗ്. മുനമ്പത്തെ ജനത്തിനൊപ്പമെന്ന് ആവർത്തിച്ച് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി. മുനമ്പം വിഷയം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പോരാട്ടം തുടരുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതായിരുന്നു കോഴിക്കോട് കടപ്പുറത്തു കണ്ട ജനസാഗരം. നിയമം നടപ്പാക്കുന്നതിന് വിമർശനങ്ങളും എതിർപ്പും ഏറെയുണ്ടായിട്ടും അതിന് വില കൽപ്പിക്കാതെ ഭൂരിപക്ഷത്തിന്റെ ഹുങ്കിൽ കേന്ദ്ര സർക്കാർ നിയമം പാസാക്കിയെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വർഗീയത അടിച്ചേൽപ്പിക്കുന്ന ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിനെ ദുരുപയോഗം ചെയ്യുകയാണ്. മുനമ്പം ഭൂമി വിഷയം ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ്. മുനമ്പത്തെ ജനത്തിനൊപ്പമാണ് മുസ്ലിം ലീഗ്. മര്യാദക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. പക്ഷേ അവിടെ അതങ്ങനെ നീട്ടിക്കൊണ്ടുപോയി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കൊണ്ടുപോയി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാനാണ് ഇപ്പോൾ രണ്ട് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപത്തെ അതല്ല ആവശ്യം. അവിടെ ചർച്ച നടത്തി ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുവാനാണ് കേരള ഗവൺമെന്റ് തയ്യാറാക്കേണ്ടത്. മുനമ്പം വിഷയത്തിൽ പരിഹാരം കാണാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ് കേരള സർക്കാർ. ജനത്തിന് ഇതെല്ലാം മനസ്സിലാകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം പ്രതിഫലിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. അടുത്ത് നടക്കാൻ പോവുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അവിടെ ഈ പറഞ്ഞ പ്രബല മതവിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾക്ക് അവിടെ എത്ര വോട്ട് കിട്ടും എന്ന് നമുക്ക് കുരുക്ഷേത്രത്തിൽ കാണാം. കാത്തിരുന്നോ, നിങ്ങളെ പൊട്ടുകുത്തിച്ചു. കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ, തെലങ്കാന വനിതാ ശിശുക്ഷേമ മന്ത്രി ധൻസാരി അനസൂയ സീതാക്ക എന്നിവർ മുഖ്യാതിഥികളായി. മുസ്ലിം ലീഗ് ദേശീയ സംസ്ഥാന നേതാക്കളും പങ്കെടുത്തു. 24 കോഴിക്കോട്.